ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഉഗ്രൻ ടേസ്റ്റിലുള്ള ഒരു തക്കാളി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. ഏത് തിരക്കിനിടയിലാണെങ്കിൽ പോലും നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 2 മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെതാ ഇതേപോലെ നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ, ചെറുതായിട്ടാണെങ്കിലും കട്ട് ചെയ്യാം. പക്ഷേ നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് നീളത്തിലരിഞ്ഞത്. രണ്ട് തക്കാളിയും ഞാൻ ദാ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എല്ലാം നന്നായി ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവയുടെ നിറമെല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് ഒരു വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. വറ്റൽമുളകിന്റെ നിറമെല്ലാം മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ ചെറുതായി വാടി വരുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. തക്കാളി കഷ്ണങ്ങളുടെ ഒപ്പം നിൽക്കത്തക്ക രീതിയിൽ വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കറിക്കുള്ള അരപ്പ് തയ്യാറാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. 1/2 കപ്പ് നാളികേരത്തിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. നാളികേരം എല്ലാം അരയുന്നതിനായി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ദാ ഇതേപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ തീരെ വെന്ത് ഉടഞ്ഞു പോയിട്ടുമില്ല. അതേ പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ചുകൂടെ വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് തിളയ്ക്കാനായിട്ട് വെക്കാം. ആദ്യ തിള വന്നു കഴിയുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ചെറുതായിട്ട് കറി ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ വേണം. സൂപ്പർ ടേസ്റ്റിലുള്ള കറിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ ഈ കറി. കറി തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടെ എന്നെ അറിയിക്കണം കേട്ടോ. നമ്മുടെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും.